ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആഴമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം രക്ഷിക്കപ്പെടും എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടുപേരെ നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നുണ്ട്. ഒന്ന് ഭരണാധികാരി, രണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ. ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. അതേപോലെ തന്നെ മരിച്ചുപോയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോയുമായിട്ട് പോകുന്ന ഭരണാധികാരിയുടെ വിശ്വാസവും ആഴമുള്ള വിശ്വാസമായിരുന്നു. ഈ ആഴമുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുക. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആ വിശ്വാസത്തിന് ആഴമുണ്ടോ എന്ന് ചോദിച്ചാൽ വീണു പോവുക. പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രാവശ്യം നോക്കും, 2 പ്രാവശ്യം നോക്കും, 3-ാമത്തെ പ്രാവശ്യം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ആഴമായ വിശ്വാസമുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് ആഴമുണ്ടെങ്കിലും ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും ദൈവസന്നിധിയിലേക്ക് തന്നെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ അല്ലെ ആ ഭരണാധികാരിയെ പോലെയുള്ള ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ എനിക്കൊരിക്കലും രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. രക്ഷ വേണമെങ്കിൽ ആഴമായ വിശ്വാസം വേണം. പുറമേയുള്ള ചെറിയ വിശ്വാസം കൊണ്ട് രക്ഷ നേടിയെടുക്കാം എന്ന് ചിന്തിക്കരുത്. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. മറിച്ച് ആഴമായ വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിനക്ക് രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ആഴമായ വിശ്വാസം ഏറ്റെടുക്കാം. വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ, രക്ഷ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.